ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ ഈ ചൂട് സമയത്ത് നമ്മളെ ശരീരമൊക്കെ നല്ല തണുപ്പിക്കാൻ പറ്റിയ രണ്ട് അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കപ്പ് പാല് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത് തിളക്കണ സമയം കൊണ്ട് തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ രാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കട്ടില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. രാഗിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. ശരീരം തണുപ്പിക്കാനും അതുപോലെ തന്നെ ബ്ലഡ് ഉണ്ടാവാനും ഒക്കെ രാഗി നല്ലതാണ്. ഇതെന്തായാലും വെറുതെ കുറുക്കിയിട്ടൊന്നും നമ്മൾ കഴിക്കൂലല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു സ്മൂത്തിയാണ് നമ്മൾ റെഡി ആക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ആ പാല് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ തിളച്ച പാലിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ കലക്കി വെച്ച് രാഗി കൂടെ അരിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ലോ ഫ്ലെയിമിൽ നമുക്ക് ഒരു 5-10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കുക. പിന്നെ ഇത് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ അവിടെ ആയിട്ട് കട്ട പിടിക്കും. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആവാനാകുമ്പോഴേക്ക് നന്നായിട്ട് ഇങ്ങനെ കുറുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി ഈ സമയത്ത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വലിയൊരു ക്യാരറ്റ് വേവിച്ചെടുത്തതാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചത് തന്നെയാണ്. ഇനി അതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു ഫ്ലേവറിന് 2 ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് അടിച്ചെടുക്കുക, നല്ല പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കുറുക്കിയെടുത്ത് വെച്ച രാഗി ഉണ്ടല്ലോ, അപ്പോൾ അത് ചൂടാറിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ബാക്കി നമ്മൾ മാറ്റി വെച്ച പാലിൽ നിന്ന് കുറേശ്ശായിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇത് മിക്സിയിൽ അടിക്കുന്ന സമയത്ത് നമ്മൾ ബാക്കി വെച്ചിരുന്ന ആ പാല് കൂടെ ചേർത്തിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കസ്കസ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക. തണുപ്പിന് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് ഇത്ര തിക്നെസ് വേണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് തന്നെ നമുക്കൊരു 5 ഗ്ലാസ്സിലേക്കൊക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ് കഴിക്കുക. രാഗിയുടെ ടേസ്റ്റ് ഒന്നുമില്ല, നല്ല പാലിൻ്റെയും ക്യാരറ്റിൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ഈ ഇഫ്താറിനും പിന്നെ അതുപോലെ തന്നെ ഈ ചൂടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ടൊരു 4 ഞാലിപ്പൂവൻ പഴം എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 പാക്കറ്റ് കട്ട പാലാണ്. അപ്പോൾ ഇത് ഒന്ന് പെട്ടെന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി അടിച്ചെടുത്ത പഴത്തിൻ്റെ ജ്യൂസ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ട പാലിട്ട് നമ്മൾ അടിച്ചുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള ജ്യൂസായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുരുയില്ലാത്ത പച്ചമുന്തിരിയും കറുപ്പ് മുന്തിരിയും പിന്നെ ഒരു നേന്ത്രപ്പഴം കട്ട് ചെയ്തതും 1 ടീസ്പൂൺ കസ്കസ് വെള്ളത്തിൽ കുതിർത്തിയതും 1 ടീസ്പൂൺ മിൽക്ക് മെയ്ഡും പിന്നെ 2 ടേബിൾ സ്പൂൺ നന്നാരി സർവത്ത് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. പക്ഷേ അത് ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്, അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ. പിന്നെ കുറച്ചൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കൂടെ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് നിങ്ങളെ കയ്യിലുള്ളതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അനാറോ ആപ്പിളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കസ്റ്റാർഡ് ഒന്നും ഇല്ലാതെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഒരു ഫ്രൂട്ട്സ് ഡെസേർട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വേനൽ ചൂടിന് വിശപ്പും ദാഹമൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി നിങ്ങളൊന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.